+1 പ്ലാന്റിന്റെ ആ ചാപ്റ്ററിൽ നമ്മൾ ആൽഗയും ബ്രയോഫൈറ്റും ഈ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ്, ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ടെറിഡോഫൈറ്റ്സ്, അതിന്റെ ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ടെറിഡോഫൈറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് പൊതുവേ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. അതായത് കൂളായിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഡാം സോയിലിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഷെയ്ഡി ഏരിയയിലോ അല്ലെങ്കിൽ കൂൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡാം സോയിൽസിലൊക്കെ കാണപ്പെടുന്ന ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്ന ഇമ്പോർട്ടന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഹോഴ്സ്റ്റെയിൽസും അതുപോലെ ഫേൺസും ആണ്. ഹോഴ്സ്റ്റെയിൽസും ഫേൺസുമാണ് മെയിൻ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ടെറിഡോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബ്രയോഫൈറ്റിൽ നമ്മൾ പഠിച്ചത് ഡോമിനന്റ് ഫേസ് പ്ലാന്റ് ബോഡി, മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. ലൈഫ് സൈക്കിളിൽ അവിടെ ഇടയ്ക്ക് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. സ്പോറോഫൈറ്റ് പൂർണ്ണമായിട്ടും ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാണുന്നതെന്നാണ് ബ്രയോഫൈറ്റിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ടെറിഡോഫൈറ്റ് വരുമ്പം ഡോമിനന്റ് ഫേസ് അല്ലെങ്കിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിന്റെ പ്രത്യേകത ഹൈലി ഡിഫറൻഷിയേറ്റഡ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇങ്ങനെ ഫീച്ചേഴ്സ് സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡിക്ക് പ്രസന്റ് ആണ്. റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ്. അതുപോലെ ഈ പ്ലാന്റ്സിനെ നമ്മൾ ഈ പ്ലാന്റ് ഗ്രൂപ്പിനെ നമ്മൾ പ്രിമിറ്റീവ് വാസ്കുലാർ പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. വാസ്കുലാർ പ്ലാന്റ്സ് ആണ്, പ്രിമിറ്റീവ് വാസ്കുലാർ പ്ലാന്റ്സ്. ഇവല്യൂഷൻ അനുസരിച്ച് ആദ്യത്തെ വാസ്കുലാർ പ്ലാന്റ്സ് സൈലവും ഫ്ലോയവും ഉള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ്. അപ്പൊ പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റഡ് ഇൻടു റൂട്ട്, സ്റ്റെം, ലീവ്സ്. അതുപോലെ ദീസ് ആർ ദി പ്രിമിറ്റീവ് വാസ്കുലാർ പ്ലാന്റ്സ് ഹാവിംഗ് സൈലം ആൻഡ് ഫ്ലോയം. പിന്നെ ടെറിഡോഫൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് സൈക്കിളിൽ ഇവിടെ ഒരു ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാകുന്നു. ടെറിഡോഫൈറ്റിന്റെ ഗ്യാമറ്റോഫൈറ്റിന് നമ്മൾ പ്രോതാലസ് എന്നാണ് പറയുന്നത്. പ്രോതാലസ് എന്ന് പറയും. ടെറിഡോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിളിൽ ഒരു ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് ഉണ്ട്. ഈ ഗ്യാമറ്റോഫൈറ്റിനെ നമ്മൾ പ്രോതാലസ് എന്ന് വിളിക്കും. പ്രോതാലസിന്റെ പ്രത്യേകത ഇൻഡിപെൻഡന്റ് ആണ്, താലോയിഡ് ആണ്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. അപ്പൊ അതും ഒരു ഷെയ്ഡി ഏരിയയിൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് കാണിക്കുന്ന ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പ്രോതാലസ് എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റ്സിന്റെ ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജിനാണ് പ്രോതാലസ്, താലോയിഡ് നേച്ചറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് പ്രോതാലസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡി എന്നാണ് പറയുന്നത്. അതായത് ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പാർട്ടാണ് പ്രോതാലസ് അഥവാ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റ്സ് വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സ് സ്പോർട്സ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ കാണപ്പെടും. അതായത് ചില മെമ്പേഴ്സ് ഹോമോസ്പോറസ് ആയിട്ടാണ് കാണുന്നത്. ഹോമോസ്പോറസ് എന്ന് വെച്ചാൽ എന്താണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് എല്ലാം തന്നെ ഒരേ തരത്തിലുള്ള സ്പോർട്സിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹോമോസ്പോറസ് എന്ന് പറയുന്നത്. എന്നാൽ ചിലത് രണ്ട് തരത്തിലുള്ള സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ നമ്മളതിനെ ഹിറ്ററോസ്പോറസ് എന്നാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സ്പോർട്സ്, അതായത് മൈക്രോസ്പോർട്സും മാക്രോ അല്ലെങ്കിൽ മെഗാ സ്പോർട്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ കണ്ടീഷനെ നമ്മൾ ഹിറ്ററോസ്പോറസ് കണ്ടീഷൻ എന്ന് പറയും. സ്പോർട്സ് എല്ലാം ഒരേ തരത്തിലാണെങ്കിൽ കണ്ടീഷൻ നമുക്ക് ഹോമോസ്പോറസ് കണ്ടീഷൻ എന്ന് പറയും. ടെറിഡോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മിക്ക ഫേൺസ്, ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്ന ഫേൺസ് ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ്. ഓർണമെന്റൽ പ്ലാന്റ്സ് മീൻസ് ഗാർഡൻ പ്ലാന്റ്സ് ആണ്. അതുപോലെ ലൈക്കോപോഡിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്
ടെർഡോഫൈറ്റ ഗ്രൂപ്പിലെ ഒരു പ്ലാന്റ് ആണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. ഈ ലൈക്കോപോഡിയത്തിന് നമ്മൾ മെഡിസിനൽ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ് ഗ്രൂപ്പ്സും ഉണ്ട്. ഇനി ചില ടെർഡോഫൈറ്റ്സിന് നമ്മൾ സോയിൽ ബൈൻഡേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് ടെർഡോഫൈറ്റ്സിനെ പറയുന്നത്. ടെർഡോഫൈറ്റ്സിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. റീപ്രൊഡക്റ്റീവ് ടൈം ആകുമ്പോൾ ടെർഡോഫൈറ്റ്സിലെ ചില ലീവ്സിന് സ്പെഷ്യലൈസേഷൻ സംഭവിക്കുകയും അത് സ്പോർ ബിയറിംഗ് ലീവ്സ് എന്ന അർത്ഥത്തിൽ അതിനെ നമ്മുടെ സ്പോറോഫിൽസ് എന്ന് പറയുകയും ചെയ്യും. അപ്പൊ റീപ്രൊഡക്റ്റീവ് ടൈമില് ലീവ്സിന് സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നു. ആ ലീവ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്പോറോഫിൽസ് എന്ന് പറയും. ടെർഡോഫൈറ്റ്സിൽ തന്നെ ചില പ്ലാന്റ്സിന്റെ കേസിൽ ഈ സ്പോറോഫിൽസ് അഗ്രിഗേറ്റ് ചെയ്ത സ്ട്രോബുലൈ അല്ലെങ്കിൽ കോൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ജിംനോസ്പോംസിൽ കാണുന്നത് പോലെ സ്ട്രോബുലൈ അല്ലെങ്കിൽ കോൺസ് രൂപത്തിലാണ് സ്പോറോഫിൽസ് അഗ്രിഗേറ്റ് ചെയ്ത് ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്പോറോഫിലിനകത്ത് പ്രധാനമായിട്ടും സ്പൊറാഞ്ചിയം പ്രസന്റ് ആയിരിക്കും. ഈ സ്പൊറാഞ്ചിയം, അതായത് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആണ് ടെർഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി. ഇതിനകത്ത് സ്പോറോഫിൽസ് ഉണ്ടാകുന്നു. ഈ സ്പോറോഫിലിനകത്ത് സ്പൊറാഞ്ചിയം ഉണ്ടാകും. ഈ സ്പൊറാഞ്ചിയത്തില് സ്പോർ മദർ സെൽ പ്രസന്റ് ആയിരിക്കും. സ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ് സംഭവിക്കും. റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ സ്പോർ മദർ സെല്ല് ഹാപ്ലോയിഡ് സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അതായത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റീവ് പ്ലാന്റ് ആണ്. സ്പോറോഫിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോറോഫിലിനകത്ത് എന്തുണ്ട്? സ്പൊറാഞ്ചിയം ഉണ്ട്. സ്പൊറാഞ്ചിയത്തിനുള്ളിൽ സ്പോർ മദർ സെല്ലുണ്ട്. സ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് അതെന്തായിട്ട് മാറുന്നു? ഹാപ്ലോയിഡ് സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർട്സ് ജർമിനേറ്റ് ചെയ്താണ് ഫസ്റ്റ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് അഥവാ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രോതാലസ് എന്ന് വിളിക്കും. ഹാർട്ട് ഷേപ്ഡ് നേച്ചറിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡിയാണ് പ്രോതാലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയാനുള്ള കാരണം അറ്റാച്ച് ചെയ്യാൻ റൂട്ട്സ് ഉണ്ട്. മൾട്ടി സെല്ലുലാർ ബോഡിയാണ് നമ്മുടെ പ്രോതാലസ് എന്ന് പറയുന്നത്. ഇതിന് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ട്. ക്ലോറോഫിലേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പ്രോതാലസ് എന്ന് പറയുന്ന ഗാമറ്റോഫൈറ്റിന് കഴിയും. ഇനി ഈ പ്രോതാലസിലെ മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ അതിനകത്ത് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആന്തറിഡിയം എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയം എന്നുമാണ് പറയുന്നത്. സ്പോർട്സ് ഡെവലപ്പ് ചെയ്താൽ എന്താണ്ടാകുന്ന ഒരു മൾട്ടി സെല്ലുലാർ താലോയിഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഇതൊരു ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ ആണ്. ഈ ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡിയാണ് നമ്മൾ പ്രോതാലസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഹാർട്ട് ഷേപ്ഡ് നേച്ചറിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി മെച്ചുറേഷൻ പൂർത്തിയായ പ്രോതാലസ് സെക്സ് ഓർഗൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആന്തറിഡിയം എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയം എന്നുമാണ് പറയുന്നത്. ആന്തറിഡിയത്തില് മെയിൽ ഗാമേറ്റ് അഥവാ ആന്തറോസൂയിഡ്സ് ഉണ്ടാകുന്നു. ആർക്കിഗോണിയത്തില് ഫീമെയിൽ ഗാമേറ്റ് അഥവാ എഗ് ഫോം ചെയ്യും. നമ്മള് പ്രോതാലസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രോതാലസിന്റെ സെക്സ് ഓർഗൻ ആന്തറിഡിയം എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. പിന്നെ പ്രോതാലസ് എന്താണ്? താലോയിഡ് നേച്ചറിലുള്ള ഒരു മൾട്ടി സെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗനിൽ നിന്ന് മെയിൽ ഗാമേറ്റ് ആന്തറോസൂയിഡ്സ്, ഫീമെയിൽ ഗാമേറ്റ് എഗ്ഗും ഉണ്ടാകുന്നു. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാകും. അപ്പോൾ ടെർഡോഫൈറ്റ്സിന്റെ കേസിൽ നമുക്ക് ആ സൈക്കിൾ ഒന്നുകൂടെ നോക്കാം. സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി, അതിൽ നിന്നും സ്പോർട്സിന്റെ ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടാകുന്നു. സ്പോർട്സിൽ നിന്ന് ഗാമറ്റോഫൈറ്റ് അഥവാ പ്രോതാലസ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഗാമേറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നു. ഏകദേശം ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലൈഫ് സൈക്കിളിൽ. അപ്പം ഇതിന് ഈ ലൈഫ് സൈക്കിൾ നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. ഡിപ്ലോയിഡ് സ്റ്റേജ് ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട്
ഹാപ്ലോയിഡ് സ്റ്റേജും ഉള്ളത് കൊണ്ട് ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. അതായത് ലൈഫ് സൈക്കിളിൽ സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് സ്റ്റേജ്, പ്രോതാലസ് എന്ന് പറയുന്ന ഒരു ഗാമിറ്റോഫൈറ്റിക് ഹാപ്ലോയിഡ് സ്റ്റേജും ഉണ്ട്. സ്പോർട്സ് അതുപോലെ പ്രോതാലസ് എന്ന് പറയുന്ന ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ഹാപ്ലോയിഡ് സ്റ്റേജ് ഉണ്ട്. അപ്പൊ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആൾട്ടർനേറ്റ് ചെയ്ത് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് വരുന്നു. അതുകൊണ്ട് ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ഇവിടുത്തെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമ്മൾ എന്ത് വിളിക്കും? ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിനെ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് വരുന്ന ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ലൈഫ് സൈക്കിളിനെ നമ്മൾ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇനി ടെർഡോഫേസിന്റെ കേസിൽ നേരത്തെ പറഞ്ഞു ചില ടെർഡോഫേസ് എന്താണെന്ന് പറഞ്ഞു? ഹോമോസ്പോറസ് ആണ്. എന്നാൽ മറ്റു ചില ടെർഡോഫേസ് എന്ന് പറയുന്നത് ഹിറ്ററോസ്പോറസ് ആണ് എന്ന് പറഞ്ഞു. അതായത് ടെർഡോഫേസിന്റെ വിഭാഗത്തില് സൈലോട്ടം, ലൈക്കോപോഡിയം തുടങ്ങിയ പ്ലാന്റ് സ്പീഷീസിന് നമ്മൾ ഹോമോസ്പോറസ് വിഭാഗത്തിൽ പെടുത്താം. എന്നാൽ സെലാജിനെല്ല, സാൽവീനിയ തുടങ്ങിയ പ്ലാന്റ് സ്പീഷീസിനെ നമ്മുടെ ഹിറ്ററോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. ഹിറ്ററോസ്പോറസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് സെലാജിനെല്ലായി അതുപോലെ സാൽവീനിയ. അപ്പൊ ഹിറ്ററോസ്പോറസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സ്പോർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈക്രോസ്പോർട്സും മാക്രോ അല്ലെങ്കിൽ മെഗാസ്പോർട്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈക്രോസ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നത് മെയിൽ ഗാമിറ്റോഫൈറ്റും മെഗാസ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റുമാണ്. പ്രോതാലസ് അഥവാ ഗാമിറ്റോഫൈറ്റ് അവിടെ രണ്ട് തരത്തിലുണ്ട്, മെയില് ഫീമെയിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് ഇൻ ദി സ്പോറോഫൈറ്റ് ബോഡി. പേരന്റ് സ്പോറോഫൈറ്റിനകത്ത് തന്നെയായിരിക്കും ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഹിയർ ദ ഗാമിറ്റോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ് എന്ന് പറയാം. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനുള്ളിൽ റിട്ടൈൻ ചെയ്തല്ലേ കാണുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ഈ ഒരു ഗാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഗാമേറ്റ് ഫോർമേഷൻ, അതായത് ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനകത്താണ് നമ്മുടെ ആർക്കിഗോണിയം, അതായത് അതിനകത്താണ് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നത്. So fertilization takes place inside the gametophyte which is present in the parent sporophyte. Parent sporophyte-ലാണ് നമ്മുടെ ഗാമറ്റോഫൈറ്റ് ഇരിക്കുന്നത്. അപ്പൊ ഗാമറ്റോഫൈറ്റിന്റെ അകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ആ എംബ്രിയോയിൽ നിന്നാണ് ഇവിടെ സ്പോറോഫൈറ്റിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ സ്പോറോഫൈറ്റിക് ഫോർമേഷൻ എന്ന് പറയുന്നത് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ടിന് ഒരു എംബ്രിയോ ലൈക്ക് സ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായി, അതിൽ നിന്നാണ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ഒരു പ്രിക്കോഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഹിറ്ററോസ്പോറസ് കണ്ടീഷനിലുള്ള പ്ലാന്റ് ഗ്രൂപ്പ് എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ഫെർട്ടിലൈസേഷനെ തുടർന്ന് ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു സീഡ് ഹാബിറ്റിനുള്ള മുന്നോടിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവല്യൂഷൻ അനുസരിച്ച് സീഡ് ഹാബിറ്റ് തുടങ്ങാനുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ് ആണ്. സെലാജിനെല്ല, സാൽവീനിയ പോലെയുള്ള പ്ലാന്റ്സിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റി? എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ആണ്. അതായത് ഹിറ്ററോസ്പോറി ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്ന് പറയും. ഹിറ്ററോസ്പോറസ് പ്ലാന്റ് ഗ്രൂപ്പിലാണല്ലോ ഈ സീഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഹിറ്ററോസ്പോറി എന്തിന് കാരണമാകുന്നു? സീഡ് ഹാബിറ്റിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഹിറ്ററോസ്പോറി എന്താണ്? രണ്ട് തരത്തിലുള്ള സ്പോർട്സിന്റെ പ്രൊഡക്ഷൻ ആണ് ഹിറ്ററോസ്പോറി. അതെങ്ങനെയാണ് സീഡ് ഹാബിറ്റിലേക്ക് വരുന്നത്? അപ്പൊ നമുക്ക് ഹിറ്ററോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കേസിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പേരന്റ് സ്പോറോഫൈറ്റിലാണ് കാണപ്പെടുന്നത്. അതിനകത്ത് വെച്ച് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നത്. പ്രോഡക്റ്റ് ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ആണ്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്തുണ്ടാകുന്നു? ഒരു എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഈ എംബ്രിയോ ലൈക്ക് സ്ട്രക്ചർ ആണ് പിന്നീട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് ദ പ്രിക്കോഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഹിറ്ററോസ്പോറി അല്ലെങ്കിൽ ഹിറ്ററോസ്പോറി ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ.
ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ഇവല്യൂഷൻ. ഇവല്യൂഷനിലെ ഒരു പ്രധാന സ്റ്റെപ്പാണ് ഈ ഹെറ്ററോസ്പോറി ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ, ടെറിഡോഫൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കാം. ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ് പ്രധാനമായിട്ട് 4 ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് സൈലോപ്സിഡ, then ലൈക്കോപ്സിഡ, then സ്ഫീനോപ്സിഡ, ലാസ്റ്റ് വൺ ടീറോപ്സിഡ. 4 ക്ലാസസ് ആയിട്ട് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ എന്ന് പറയും. സൈലോപ്സിഡയിൽ വരുന്ന ഇമ്പോർട്ടന്റ് മെമ്പർ ആണ് സൈലോട്ട എന്ന് പറയുന്നത്. ലൈക്കോപ്സിഡ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഇമ്പോർട്ടന്റ് മെമ്പർ ആണ് ഒന്ന് ലൈക്കോപോഡിയം, മറ്റൊന്ന് സെലാജിനെല്ല. സ്ഫീനോപ്സിഡ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് മെമ്പറിന് നമുക്ക് ഇക്യുസെറ്റം, ഹോസ്റ്റെയിൽസ് വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ് ആണ് ഇക്യുസെറ്റം. നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടീറോപ്സിഡയാണ്. ടീറോപ്സിഡയിൽ പ്രധാനമായിട്ടും വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ട്രയോടെറിസ്, ടെറിസ്, എഡിയാൻഡം, നെഫ്രോലെപ്പിസ്, എന്നിങ്ങനെയാണ്. അപ്പൊ 4 ക്ലാസ്സസ് മനസ്സിലായോ? ടെറിഡോഫൈറ്റ്സിൽ പ്രധാനമായിട്ട് അതിനെ 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ, ടീറോപ്സിഡ. സൈലോപ്സിഡയുടെ എക്സാമ്പിൾ ആണ് സൈലോട്ട്. അതുപോലെ ലൈക്കോപ്സിഡായില് ലൈക്കോപോഡിയവും അതോടൊപ്പം സെലാജിനെല്ലായും വരുന്നുണ്ട്. സ്ഫീനോപ്സിഡായിൽ ഇക്യുസെറ്റം ആണ് പഠിക്കാനുള്ളത്. ടീറോപ്സിഡ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിൽ എന്തൊക്കെയുണ്ട്? ട്രയോടെറിസ് ഉണ്ട്, ടെറിസ് ഉണ്ട്, അഡിയാൻഡം ഉണ്ട്, നെഫ്രോലെപ്പിസ് എന്ന് പറയുന്ന പ്ലാന്റും വരുന്നുണ്ട്. നമ്മളിന്ന് പഠിച്ചത് ആദ്യത്തെ വാസ്കുലാർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ആൽഗയിൽ നിന്നും ബ്രിയോഫൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിയുള്ള ഡോമിനന്റ് ഫേസ് ആദ്യമായിട്ട് സ്പോറോഫൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പും കൂടെയാണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന മെയിൻ പ്ലാന്റ് ബോഡിയിലാണ് സ്പോർട്സ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ആണ് നമ്മൾ പ്രോത്താലസ് എന്ന് പറയുന്നു. ഇതിനകത്ത് സെക്സ് ഓർഗൻസും ഗാമേറ്റ്സും ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷന്റെ ഫലമായി സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകും. ചില മെമ്പേഴ്സ് ഹോമോസ്പോറസ് ആണ്, മറ്റു ചില മെമ്പേഴ്സ് ഹിറ്ററോസ്പോറസ് ആണ്. ഹിറ്ററോസ്പോറസ് മെമ്പേഴ്സിനകത്ത് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോയിലേക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അപ്പൊ ഹിറ്ററോസ്പോറി എന്ന് പറയുന്നത് അത് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്? സീഡ് ഹാബിറ്റിലേക്കാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ഇവല്യൂഷൻ. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷനുമാണ് പഠിച്ചത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം.